എൻ്റെ നല്ലമ്മ, എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. നസ്രത്ത് സന്യാസിനി സഭാംഗമായ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടൊത്ത് നടന്നു നീങ്ങിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണിവിടെ. അൾത്താര ശുശ്രൂഷയ്ക്ക് മാത്രമല്ല, അടുക്കളയിലും സഹായിയായി അമ്മ കടന്നു വരുമെന്ന് തൻ്റെ അനുഭവങ്ങൾ മുൻനിർത്തി സിസ്റ്റർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ അൾത്താരയിൽ ശുശ്രൂഷയ്ക്ക് മാത്രമല്ല, അടുക്കളയിൽ ശുശ്രൂഷയ്ക്കും ഭയങ്കര സഹായിയായിട്ടുണ്ട് എനിക്ക്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പരിശുദ്ധ അമ്മയെ വിളിച്ചാൽ മതി, ഭയങ്കര എളുപ്പമാവും. കാരണം ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ അടുക്കള ജോലി ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയാൻ പാടില്ല. കാരണം എൻ്റെ മൂത്തതെല്ലാം ചേച്ചിമാരാണ്. പഠിച്ചു, ജോലി ചെയ്തു, മടത്തി ചേർന്നു, വീണ്ടും ജോലി ചെയ്തു. അങ്ങനെ ആശുപത്രി രംഗമായി പോയതുകൊണ്ട് എനിക്ക് അടുക്കളയിൽ അധികം ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ ഒരു ദിവസം എനിക്ക് ഒരു മഠത്തിൽ വെച്ച് അടുക്കളയിൽ ജോലി ചെയ്യേണ്ടി വന്നു. അന്ന് ഞാൻ ആകെ പരിഭ്രമിച്ചു. അവിടെ പള്ളിയിൽ അച്ഛന് 4 നേരം ഭക്ഷണം കൊടുക്കണം. പിന്നെ അവിടെ ഒരു സ്ഥാപനം, കുറച്ച് ചേച്ചിമാരുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നെ ഞങ്ങൾ മഠത്തിൽ 3 സിസ്റ്റേഴ്സ്, അടുക്കളയിൽ ജോലി ചെയ്യുന്ന ചേച്ചി. ആ ചേച്ചിയുടെ കൈ മുറിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് ഇരിക്കുന്ന സമയം ഞങ്ങളുടെ മദറിന് നന്നായിട്ട് കുക്ക് ചെയ്യാനറിയാം. പക്ഷെ മദർ അന്ന് അവിടെ ഉണ്ടായില്ല. പിന്നെ പായം ചെന്ന ഒരു സിസ്റ്ററും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ജോലിയാണ് അന്നത്തെ ഭക്ഷണം ഉണ്ടാക്കൽ. ആരോട് ചോദിക്കാൻ പോലും അവിടെ ആളുണ്ടായില്ല. ആ സ്ഥാപനത്തിലെ ചേച്ചിമാർ കറിക്കൊക്കെ അരിഞ്ഞു തരും, പക്ഷേ അവർ വെക്കില്ല. ഒലത്ത് കറിയും ചോറും ഉണ്ടാക്കാൻ എനിക്കറിയാം, പക്ഷെ ചാറ് കറി ഞാൻ ഇന്ന് വരെ തനിച്ചുണ്ടാക്കിയിട്ടില്ല. എനിക്കറിയാൻ പാടില്ല എന്താണ് ഇടണേ, എപ്പോഴാണ് ഇടണേ, എങ്ങനെയാണ് ഇടണേ എന്നുള്ളത്. അന്നും അറിയില്ല, ഇന്നും അറിയില്ല. ഞാൻ അവിടെ പള്ളിക്കകത്തോട്ട് രാവിലെ കുർബാന കഴിഞ്ഞിട്ട് പള്ളിക്കകത്തോട്ട് ഞങ്ങളുടെ ചാപ്പലിൽ കയറിയിരുന്നു മഠത്തിലെ. കൊന്തയങ്ങോട് ചെല്ലാൻ തുടങ്ങി, ജവമാല ചെല്ലാണ്. കാരണം എനിക്കറിയില്ല ഇനി എന്ത് കാണിക്കുന്നു. ഉച്ച 12:30 മണിയാകുമ്പോൾ ഇതൊക്കെ റെഡിയാകണം. 10 മണി വരെ ഞാൻ പള്ളിയിലിരുന്ന് ജവമാല ചെല്ലിയിട്ട് എന്തോ ഒരു ധൈര്യം കിട്ടിയ പോലെ ഞാനങ്ങ് എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നു. അടുക്കളയിൽ ചെന്നിട്ട് അടുപ്പയിൽ കഞ്ഞി അരി വേഗം കഴുകിയിട്ടു. ഒലത്ത് കറിക്കുള്ളത് ശരിയാക്കി വെച്ചു. ചാറുകറിയുടെ സമയമായി. ചാറുകറി വെക്കാൻ നേരത്ത് ഓരോ പാത്രം ടിന്നെടുക്കും. പൊടികൾ ഇടണം, ഏതാണ്ടൊക്കെ ഇടണം. പക്ഷെ ഞാൻ ചോദിക്കാം, അമ്മ ഇത് എത്ര ഇടണം? അതിൻ്റെ ഇടയിലെല്ലാം ഞാനിങ്ങനെ അമ്മേനെ വിളിക്കാം, അമ്മ എൻ്റെ കൂടെ വന്നെ, എൻ്റെ കൂടെ വന്നെ, എൻ്റെ കൂടെ വന്നെ. തിടുക്കത്തിൽ വിളിക്കാം ഞാൻ. ഈ ഓരോ പാത്രം എടുത്തിട്ട് ഞാനിങ്ങനെ തുറന്നു വെച്ചിട്ട് ചോദിക്കാം, അമ്മ ഇത് എത്ര ഇടണം? ഇതെന്തോരം ഇടണം? ഇതെങ്ങനെ ഇടണം? വെള്ളത്തിൽ ചാലിച്ചിടണോ അല്ലാതെ ഇടണം? എല്ലാം ഞാനിങ്ങനെ തുറന്നു വെച്ചിട്ട് ചോദിച്ചിട്ട് ഈവണ ഉപ്പ് പോലും ചോദിക്കുമ്പോൾ എന്നോട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയും, ഇത്ര ഇട്. അത് ഞാനൊരു പാത്രത്തിലിട്ട് പറഞ്ഞ പോലെ എല്ലാം ചെയ്തു. 12:30 മണി പള്ളിയിലടിക്കുമ്പോൾ അവിടെ മഠത്തിലെ ചാപ്പലിലെ ചേച്ചിമാരെല്ലാം കൂടി ജവമാലയുണ്ട്. 12:30 മണി അടിച്ചപ്പോഴേക്ക് അച്ഛന് ചോറ് കൊണ്ടാനുള്ള ആൾ കപ്പ്യാര അവിടെ വരും, റെഡിയാക്കി പുറത്ത് വയ്ക്കണം. ചേച്ചിമാരുടെ ചോറെല്ലാം റെഡിയാക്കി ട്രോളി വയ്ക്കണം. അങ്ങനെ ഒക്കെ റെഡിയാക്കി അടുക്കളയെ അടിച്ച് പാത്രങ്ങളെല്ലാം കഴുകി ക്ലീനാക്കി ഞാൻ ഇവരുടെ ഒപ്പം ജവമാലയ്ക്ക് വരുമോ. ജവമാല കഴിഞ്ഞ് എല്ലാവരും ചോറുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായി. ചേച്ചിമാരെ എല്ലാ കറിക്കും കുറ്റം പറയും. അവർ ചോറ് ബാക്കി വരും, കറി ബാക്കി വരും. പക്ഷേ ഞാനപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, മാതാവേ അവർ ചോറും കറിയും കഴിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ചെല്ലണം, അച്ഛൻ്റെ അടുത്തും ചെല്ലണം, ഇതൊന്ന് വിളമ്പി കൊടുക്കാൻ. ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്മ അത് പാകപ്പെടുത്തിയാണ്ട് കൊടുത്തേരെ. ഇതാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. അവർ ചോറുണ്ടിട്ട് ഇന്ന് ആരെ കറി വെച്ച സിസ്റ്ററെ എന്ന് അന്വേഷിച്ച് എൻ്റെ അടുത്ത് വരിക. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയേ? ഞാൻ വളരെ പേടിച്ചാണ് ഇവരോട് ചോദിക്കണേ, കാരണം ഇവർ കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, ഇന്നത്തെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായില്ല, ഇത് ആരാ കറി വെച്ചേ? അപ്പം ഞാനൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഇന്ന് അറിയാത്ത ഒരാളാണ് കറി വെച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ, എൻ്റെ അമ്മയാണ് കറി വെച്ചത്. അമ്മ കറി വെച്ചത് കൊണ്ട് അവരെല്ലാം ചോറും ഉണ്ട്, സന്തോഷമായിട്ട് സമാധാനമായിട്ട് അന്നത്തെ ദിവസം സമാധാനിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് പറയാം, അമ്മ അന്ന് അടുക്കളയിൽ വന്നത് എൻ്റെ ഒപ്പം. ഇല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോയേനെ. പക്ഷെ ഞാൻ എന്നെ അവിടെ പരാജയപ്പെടുത്താതെ അമ്മ എന്നെ രക്ഷിച്ചു. ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അമ്മയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോരാത്ത വിധം പറയാനുള്ള കാര്യങ്ങളുണ്ട്. അമ്മ എൻ്റെ കൂടെ നടക്കുന്നത് ഇപ്പോഴും. പഠനത്തിലും പരീക്ഷകളിലും അത്ഭുതകരമായി അമ്മ വഴി നയിച്ച അനുഭവം സിസ്റ്ററിന്റെ ജീവിതത്തിലുണ്ട്.
അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അങ്കമാലിയിൽ സ്നേഹധാരയിലായിരിക്കുമ്പോൾ ഒരു ദിവസം മാതാവിൻ്റെ അടുത്തിരുന്ന് ജപമാല ചൊല്ലുക. കുറച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് അവിടെയുള്ള ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതി കാണിക്കണം. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഇതെന്തിനും ഇംഗ്ലീഷ് എഴുതി പഠിപ്പിക്കുന്നത്? ഇനി വല്ലതും പഠിക്കാനാണോ? അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊന്നും പഠിക്കാൻ ഒന്നാമത്തെ പഠിക്കാനുള്ള കഴിവ് കുറവ്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഇഷ്ടമില്ല എനിക്ക്. അപ്പം ഞാനിങ്ങനെ ഒന്നും പഠിക്കേണ്ട, സുഖമായിട്ട് ശുശ്രൂഷയൊക്കെ ആയിട്ട് പോകാമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ മാതാവ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്ന് പഠിക്കാനാണ്. അപ്പം ഞാനോർത്ത് MSW എടുക്കാമെന്നാണ്. ജോലിയുടെ ഭാഗമായിട്ട് അതും കൂടി എടുക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ ഞാൻ 1-2 സിസ്റ്റേഴ്സിനോടൊക്കെ MSW എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും തയ്യാറല്ല. അപ്പോൾ ഞാനോർത്ത് എന്നാൽ വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് MAക്ക് പോകാമെന്ന് അവർ പറയുന്നത്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്നാൽ ഞാൻ അങ്ങനെ പോട്ടെ, MA സോഷ്യോളജി എടുക്കാൻ. അങ്ങനെ പോയി അഡ്മിഷനൊക്കെ ശരിയാക്കി പുസ്തകമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം അമ്മയുടെ കൈ അടുത്തുകൊണ്ടെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ ഇതുവരെ ചെയ്ത അമ്മയുടെ ജോലി, ഈശോയുടെ ജോലി ഞാൻ ചെയ്യാം, പക്ഷേ എൻ്റെ ഈ ജോലി അമ്മ ചെയ്യാം. അങ്ങനെ പുസ്തകം വെച്ചിട്ട് വല്ലപ്പോഴൊക്കെ എടുത്ത് വായിക്കാൻ നേരം കിട്ടിയാൽ തുറക്കും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അടച്ചു വയ്ക്കും. ഞാൻ ഓരോ ശുശ്രൂഷയ്ക്ക് പോകും. അങ്ങനെ തക്കലയിൽ ഒരു ഇടവകയിൽ ധ്യാനത്തിന് പോവുകയാണ്. അവിടെ വീടെല്ലാം വിസിറ്റ് ചെയ്ത് ധ്യാനം കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ പരീക്ഷയ്ക്ക് എനിക്ക് ഒരാഴ്ച പോലും ഇല്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ പഠിച്ച്, ഞാൻ പഠിക്കാത്ത ഒരു വിഷമത്തിൽ രാത്രിയോ പകൽ എപ്പോഴെങ്കിലും ഇടസമയം ഇച്ചിരി സമയം കിട്ടുമ്പോൾ വേഗം പുസ്തകം എടുക്കും. അപ്പോഴേക്കും ഉറക്കം വരും. ഞാനിങ്ങനെ ഉറക്കം തൂങ്ങും. അപ്പോൾ ഉറക്കം തൂങ്ങുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് കേൾക്കുകയാണ്. സോഷ്യലൈസേഷൻ, പിന്നെ ഉറങ്ങും. അപ്പോൾ ക്രൈം, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ ഉറക്കത്തിനും കേൾക്കുക, മയക്കത്തിനും. അങ്ങനെ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ പരീക്ഷയുടെ എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലെ 20 മാർക്കിൻ്റെ എസ്സകളാണ് അതെല്ലാം. അതിൻ്റെ എല്ലാ ഹെഡിങ്ങിലും ഞാൻ മാതാവ് എന്ന് എഴുതിയിട്ടിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ചു. എനിക്ക് ഇംഗ്ലീഷ് അന്നുമില്ല ഇന്നും അറിയാൻ പാടില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതാൻ പോയി. ഏതായാലും തോറ്റില്ല. സെക്കൻഡ് ഇയർ വന്നപ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് പഠിക്കാൻ നേരമില്ല, എൻ്റെ കൂടെയുള്ളവരൊക്കെ പഠിക്കുന്നു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദൈവമേ ഇനി തോറ്റു പോയാവോ. ഞാൻ ശുശ്രൂഷ ഒന്നും മുടക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയോട് നേരത്തെ. അപ്പോൾ അതുകൊണ്ട് ശുശ്രൂഷ ഒന്നും മുടക്കില്ല. ഞാൻ പരീക്ഷയുടെ ദിവസങ്ങളായി എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരു വിഷമത്തിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരാഴ്ചയോളം സമയമുള്ളപ്പോൾ ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. വെളുപ്പായ സമയത്ത് ഒരു പ്രസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇങ്ങനെ അടിച്ചു വരുന്നു. അപ്പോൾ സാധാരണ നേരം വെളുത്ത് എണീക്കുമ്പോൾ സ്വപ്നങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. പക്ഷേ ഇത് ഞാൻ കുർബാനയ്ക്ക് പോയി ധ്യാനം നടത്തി അപ്പോഴെല്ലാം ഈ മെഷീനിൽ അടിച്ചു വരുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞ് വരിക. ഞാൻ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ ടൈം ടേബിളിൻ പ്രകാരം ഫസ്റ്റ് എക്സാമിൻ്റെ പുസ്തകം എടുത്ത് പഠിക്കാൻ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ പാഠങ്ങളും ആദ്യത്തെ പരീക്ഷയുടെ പുസ്തകത്തിലുള്ളതാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഓരോ പാഠത്തിലെ നേരെ ഇതുപോലെ തന്നെ മാതാവ് എന്ന അടയാളത്തിന് എഴുതിയിട്ടിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ് മാത്രം 20 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ക്വസ്റ്റ്യൻസ് പാഠങ്ങൾ മാത്രം ഒന്ന് വായിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതാൻ പോയി. ചില പരീക്ഷ എന്താണ് ഞാൻ എഴുതിയത് എന്നുപോലും എനിക്ക് നിശ്ചയമില്ല. പക്ഷെ ഞാൻ റിസൾട്ട് അറിയുമ്പോൾ വേറൊരു ഇടവകയിൽ ധ്യാനിപ്പിക്കുക. രാത്രി 10:30 മണി കഴിഞ്ഞ് ഞാൻ മടത്തി വരുമ്പോൾ എൻ്റെ കൂടെ പരീക്ഷ എഴുതിയ സിസ്റ്റർ എന്നെ വിളിക്കുവാണ്. ലിറ്റിൽ ഫ്ലവറെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്തായി സിസ്റ്ററെ? പക്ഷെ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ പറയുമായിരുന്നു, ഈശോയെ ഞാൻ എഴുതിയ പരീക്ഷ ഞാൻ തോക്കും, പക്ഷെ നീ പോയി എൻ്റെ പേപ്പർ നോക്കണം. ഈ ജനത്തിൻ്റെ മുമ്പിൽ എന്നെ തോപ്പിച്ച് നാണം കിടത്തരുത് നീ എന്ന് ഞാൻ എന്നും പറയായിരുന്നു ഈശോയോട്. അങ്ങനെ ഞാനൊരു ദിവസം നന്നായി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ കാണുവാണ്, ഒരു സാറ് കെട്ടുകണക്കിനുള്ള പേപ്പേഴ്സ് എടുത്തിങ്ങനെ മറിച്ച് പരീക്ഷാ പേപ്പറുകൾ നോക്കുന്നു. ആ പരീക്ഷാ പേപ്പർ നോക്കണേന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ സാറിൻ്റെ പുറകിൽ വെള്ള ഉടുപ്പിട്ട് ചുമന്ന
മേലങ്കി ഇട്ടിട്ട് ഈശോ പുറകിൽ നിന്നിട്ട് മുന്നിൽ ആ സാറിൻ്റെ തലയ്ക്ക് മേലെ പേപ്പറിൻ്റെ നേരെ കൈ ഇങ്ങനെ വെച്ചിട്ട് ആശീർവദിക്കണം. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ പേപ്പറാണ് ആ സാറ് നോക്കുന്നത്. ആ പേപ്പറിലാണ് ഈശോ കൈവച്ചിട്ട്. ഞാൻ എന്നും പറയാമായിരുന്നു ഈശോട്, എൻ്റെ പേപ്പർ ഈശോ പോയി നോക്കണം, അല്ലെങ്കിൽ ഞാൻ തോക്കും. അപ്പോൾ എൻ്റെ പേപ്പർ നോക്കിയ സമയത്ത് ആ സാറിൻ്റെ മുകളിൽ കൈവച്ചിട്ട് പേപ്പറിൽ കൈവച്ചോ എന്നതുപോലെ തന്നെ ഈശോ ആശീർവദിച്ച് നിൽക്കണം. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ജയിക്കുക, എങ്ങനെയാണേലും എനിക്ക് ജയിച്ച് കിട്ടിയാൽ മതി, വേറെ കൂടുതൽ മാർക്കൊന്നും വേണ്ട. അങ്ങനെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഞാൻ പോയി പതിവുള്ള എൻ്റെ ധ്യാനങ്ങളൊക്കെ നടത്തി. രാത്രി ഈ കോള് വന്നപ്പോൾ ഞാനൊന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, സിസ്റ്റർ എന്തായി എൻ്റെ കാര്യം? ഞാൻ സിസ്റ്ററിൻ്റെ കാര്യം ചോദിച്ചില്ല, എൻ്റെ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ എന്നോട് ആ സിസ്റ്റർ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ലിറ്റിൽ ഫ്ലവർ പാസ്സായിട്ടോ, സെക്കൻഡ് ക്ലാസ് ഉണ്ടെന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എൻ്റെ നമ്പർ തന്നെയാണോ, ശരിക്കും നോക്കിയോ എന്ന് ചോദിക്കുകയാണ്. ശരിക്കും നോക്കി ഞാൻ, നമ്പർ ശരിയാണോ, തനിക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ട്, വിശ്വസിക്കേ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ നന്ദി, നീ നോക്കിയ പേപ്പർ എൻ്റെ ആണെന്ന് ഇപ്പം എനിക്ക് വീണ്ടും ഉറപ്പായി. ഇങ്ങനെയാണ് ഞാൻ പഠിക്കുമ്പോൾ പോലും പരിശുദ്ധ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കിട്ടുന്ന പരിമിതമായ സമയത്ത്, പഠിക്കാൻ കിട്ടുന്ന പരിമിതമായ സമയത്ത് ഞാനിങ്ങനെ ചെയ്തിരുന്നു. ഒരു പാഠം വായിക്കും, 10 നന്മ നിറഞ്ഞ മറിയം ചെല്ലും. പിന്നത്തെ അടുത്ത പാഠം വായിക്കും, 2 എത്രയും മാതാവ് ചെല്ലും, അല്ലെങ്കിൽ 2 വചനം വായിക്കും. അങ്ങനെ പഠിത്തത്തിൻ്റെ മടുപ്പ് മാറ്റി വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഞാൻ ഇടകലർത്തിയാണ് പഠിച്ചിരുന്നത്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളൊരു സന്ദേശം ഇതാ: പഠിക്കാൻ വേണ്ടി നിങ്ങൾ തിരക്ക് പിടിച്ചിട്ട് തല പോകേണ്ട. നിങ്ങൾ വചനം വായിക്കുക, വചനം പഠിക്കുക, പിന്നെ പഠിക്കാനുള്ള പാഠം പഠിക്കുക. അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ട് വീണ്ടും പഠിക്കുക. അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് എത്രയും നീളം മാതാവ് ചൊല്ലി പഠിപ്പിൻ്റെ മടുപ്പ് മാറ്റിയിട്ട് പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പഠിത്തത്തിൽ മടുക്കില്ലെന്ന് മാത്രമല്ല, പഠനത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഹായവും നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ പഠിച്ചതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നു, പഠിച്ചിട്ടല്ല ഞാൻ ജയിച്ച, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം എന്നെ വിജയത്തിലേക്ക് നയിച്ചു. ഇതാണ് എനിക്ക് പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളൊരു സന്ദേശം. അപകടങ്ങളിൽ സംരക്ഷകയായി പരിശുദ്ധ അമ്മ കടന്നുവരുന്ന അനുഭവങ്ങൾ നിരവധിയാണ്. അമ്മയിൽ ആശ്രയിക്കുന്നവരെ അമ്മ സംരക്ഷിക്കുമെന്ന് തൻ്റെ ഈ അനുഭവത്തിലൂടെ സിസ്റ്റർ നമ്മോട് പറയുന്നു. ഞാൻ അങ്കമാലിയിൽ ആ പ്രാർത്ഥനാ സെൻറ്ററിൽ, ഫാമിലി അപ്പോസ്ലേറ്റിൻ്റെ സെൻറ്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഫാമിലിക്ക് വേണ്ടി കൗൺസിലിങ്ങിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്തിരുന്ന് ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, പുറത്തിറങ്ങി ചുറ്റിലും നടന്ന് ജവമാല ചെല്ലാൻ. ഞാൻ ഗേറ്റ് തുടങ്ങി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പുറകിൽ ഒരു ഓടയുണ്ട്, അതിനോട് തൊട്ട് തന്നെ ഒരു കൂടാരമുണ്ട്, ക്ലാസ്സൊക്കെ എടുക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ ഈ ഒരു ഓട മാത്രമേ ഉള്ളൂ, വേസ്റ്റ് വെള്ളം പോകുന്ന, വേറെ സ്ഥലമൊന്നുമില്ല. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നൊരു ശബ്ദം കേട്ട് ഞാനിങ്ങനെ മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരു പാമ്പ് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കണം, പകുതിയെ മേലെയായിട്ട്, എൻ്റെ അരയ്ക്ക് വരെ പൊക്കം വരും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പാമ്പ് പത്തി വിടർത്തി നിൽക്കണേണെന്ന്. ഞാൻ അതിന് മുന്നേ ഒരിക്കലും പത്തി വിടർത്തി പാമ്പിനെ കണ്ടിട്ടില്ല. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സ് പറയുകയാണ്, ഇത് മൂർക്കം പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നതാണെന്ന്. ഞാൻ വേഗം അവിടെ നിന്ന്, നീ അവിടെ നിൽക്കട്ടോ എന്ന് പെട്ടെന്ന് പറയുകയാണ്. അറിയാതെ ഒരാളോട് പറയും പോലെ പാമ്പിനോട് പറയാം, നീ അവിടെ നിൽക്കട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പുറകോട്ട് പോകാം, മുന്നോട്ട് പോകാൻ സ്ഥലമില്ല, സൈഡിലെ സ്ഥലമില്ല. അങ്ങനെ തന്നെ പുറകോട്ട് വന്നിട്ട് ഞാൻ ഫോൺ എടുത്ത് മഠത്തിലോട്ട് വിളിക്കുവാണ്. അവിടെ കുറച്ച് പേര് പണിയുന്നവരുണ്ട്, ചേട്ടന്മാർ, അവരെ പറഞ്ഞു വിടാൻ വേണ്ടി. കുറേ നേരം ട്രൈ ചെയ്തിട്ട് ഫോൺ എൻഗേജ്ഡാണ്. ഞാൻ പിന്നെ ഫോൺ വെച്ചിട്ട് ഇവിടെ നിന്ന് നടന്ന് മഠത്തിൽ ചെന്ന് പണിയുന്ന ചേട്ടന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടന്മാരെ അവിടെ ഒരു വലിയ പാമ്പുണ്ട്, ഒരു വടി എടുത്തിട്ട് വരാൻ പറഞ്ഞു. ചേട്ടന്മാർ വടിയൊക്കെ എടുത്ത് തെങ്ങിൻ്റെ ഒരു പട്ടയൊക്കെ വെട്ടി ശരിയാക്കി വന്നപ്പോഴേക്ക് കുറേ നേരമായി. ഇവർ വന്ന് അവിടെയൊക്കെ നോക്കിയിട്ട് പാമ്പിനെ കാണാനില്ല. അവസാനം ആ കൂടാരത്തിൻ്റെ അകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ബക്കറ്റിൻ്റെ അടപ്പ് കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ആ അടപ്പൊന്ന് പൊക്കി നോക്കിക്കേ, വേറെ എങ്ങും പോകാൻ വഴിയില്ല, അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ആൾ എന്ന് പറഞ്ഞു. ആ അടപ്പ് പൊക്കി കഴിഞ്ഞപ്പോഴത്തേനും പാമ്പ് ഇങ്ങനെ ചീറ്റി നിൽക്കുക. അപ്പോൾ ഇവരെല്ലാവരും ഓടി. ഒരു ചേട്ടൻ മാത്രം പറഞ്ഞു, ഞാനടിക്കും, ഞങ്ങളടിക്കില്ലെന്ന് പറഞ്ഞു അവരോടിയപ്പോൾ ഒരു ചേട്ടൻ മാത്രം പറഞ്ഞു, ഞാനടിക്കാം. അങ്ങനെ ആ ചേട്ടൻ അടിച്ച് കൊല്ലുവാണ്. അപ്പോൾ എൻ്റെ തലേ ദിവസം രാത്രി 3 മണിക്കൊരു സംഭവം ഉണ്ടായി. 3 മണിക്ക് ഞാൻ കരുണക്കൊന്ത ചൊല്ലിയിട്ട് വീണ്ടും കിടന്നുറങ്ങുമ്പോൾ
ഞാനൊരു ദർശനം കാണുവാണ്. ഒരു പാമ്പ് പത്തി വിടർത്തി എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എന്നിട്ട് എൻ്റെ അപ്പം വന്നിട്ട് ഈ പാമ്പിനെ അടിച്ചു കൊല്ലണം. അപ്പോൾ എൻ്റെ അടുത്തൊരു സ്ത്രീ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ അപ്പനെ അടിച്ചു കൊന്നപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അപ്പ പാമ്പ് ചത്തിട്ടില്ല, വീണ്ടും അടിക്കപ്പ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും അടിപ്പിച്ച് കൊന്നു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം 3 മണിക്കാണ് ഈ സംഭവം നടക്കണത്. തലേ ദിവസം വെളുപ്പിന് 3 മണിക്ക് ഞാൻ കാണുന്നു, പിറ്റേ ദിവസം വൈകിട്ട് 3 മണിക്ക് ഈ സംഭവം നടക്കുന്നു, ഉച്ച കഴിഞ്ഞ്. അപ്പോൾ ഈ ചേട്ടൻ ഇത് അടിച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, തലേ ദിവസം ഞാൻ കണ്ട ദർശനം അങ്ങനെ തന്നെ. എൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന സ്ത്രീ പരിശുദ്ധി അമ്മയായിരുന്നു. നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമ്മ. ഒന്നുകിൽ ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ വരാൻ പോണ വ്യക്തിയുടെ ആ ഫാമിലിയുടെ എന്തോ ഒരു വലിയ പൈശാചിക ശക്തിയെ തകർത്തതാണ് അമ്മ വഴി ആ ഒരു സംഭവം. ഇതുപോലെ നിരവധിയായ സംഭവങ്ങൾ ഈ കൗൺസിലിങ്ങിന് വരുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മ വഴി എനിക്ക് കാണിച്ചു തരാറുണ്ട്. അവിടെ സ്ഥായിയായ പ്രോബ്ലം എന്താ, എന്തുകൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതുപോലെ അവിടെ വരുന്ന പ്രാർത്ഥനയ്ക്ക് വരുന്നവരുടെയും കൗൺസിലിങ്ങിന് വരുന്നവരുടെയും ഓരോരോ അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത മേഖലകൾ അമ്മ എനിക്ക് തുറന്ന് ശരിക്കും ഇതുപോലെ വെളിപ്പെടുത്തരാറുണ്ട്. തൻ്റെ ജീവിതത്തിൽ നിരവധി അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു അമ്മയെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൽ സിസ്റ്ററിന് ദർശിക്കുവാൻ സാധിക്കുന്നത്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അമ്മ കടന്നുവരുന്ന ഈ അനുഭവങ്ങൾ നമ്മെയും മാതൃസ്നേഹത്തിൽ നിറയ്ക്കുന്നു. ശുശ്രൂഷ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തുടങ്ങി, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്നപ്പോൾ തുടങ്ങി ഒത്തിരി മനുഷ്യർ ഈ ധ്യാനിപ്പിക്കുന്നിടത്തുനിന്ന് ഇടവകയിൽ നിന്നും ധ്യാനകേന്ദ്രങ്ങളിൽ ധ്യാനിപ്പിച്ച് കഴിയുമ്പോഴും കൗൺസിലിങ്ങിന് വരാറുണ്ട്, സ്പിരിച്വൽ ഷെയറിങ്. അപ്പോൾ ഒത്തിരി മനുഷ്യർ വരും. മിക്കവാറും മക്കൾ പാവപ്പെട്ട മക്കളാണ്. അപ്പോൾ അവരുടെ ദാരിദ്ര്യാവസ്ഥയിൽ ഒന്നും കൊടുക്കാനില്ല. ചിലപ്പോൾ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ അവർ ഭക്ഷണം കഴിക്കാതിരിക്കും. തിരിച്ചു പോകുമ്പോഴും എനിക്കൊന്നും കൊടുക്കാൻ പറ്റാറില്ല. അപ്പം ഞാൻ ഒരു ദിവസം ജയിലിൽ ശുശ്രൂഷയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അകപ്പറമ്പ് പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സ്റ്റാച്ചു, ഫാത്തിമ മാതാവിൻ്റെ സ്റ്റാച്ചു വരുന്നു എന്ന് കേട്ടു. ഞാൻ അവിടെ ഇറങ്ങി മാതാവിൻ്റെ അടുത്ത് കയറി. അന്ന് എൻ്റെ കയ്യിൽ അത്യാവശ്യം വണ്ടിക്കൂലിക്ക് മടത്തിൽ നിന്ന് തരുന്ന പൈസ വണ്ടിക്കൂലി എടുത്ത് ചിലവഴിച്ച് ചെയ്യുമ്പോൾ ഞാൻ കണക്ക് കൊടുക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പാവപ്പെട്ടവർക്ക് ഒരു പരിധി വിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു പ്രായമായ അച്ഛൻ 100 രൂപ തന്നു, 2 50-ൻ്റെ നോട്ട്. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, ഇതെന്താ ചെയ്യേണ്ടത് അച്ഛാ, എന്ത് നിയോഗത്തിലാണ്, എന്ത് വേണമെങ്കിലും പാവപ്പെട്ടവർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് വന്നപ്പോൾ അതെൻ്റെ പേഴ്സിൽ എപ്പോഴും വയ്ക്കും. ഞാൻ അന്ന് വന്നപ്പോൾ ഈ 50 രൂപ എടുത്ത് മാതാവിന് നേർച്ചയിട്ടു. ബാക്കി 50 രൂപ എടുത്തിട്ട് ഞാൻ ആ മാതാവിനെ പിടിച്ചിരിക്കുന്ന ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഈ 50 രൂപ മാതാവിനെ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച് താട്ടെ എനിക്ക്. അപ്പോൾ ഈ ചേട്ടൻ അന്തം വിട്ട് എന്നെ നോക്കി, ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്, ഒരിക്കലും ഒരു സിസ്റ്റം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ രൂപ ഞാൻ എടുത്ത് ആ ചേട്ടൻ്റെ കൈ കൊടുത്തിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ മാതാവിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു, മാതാവേ അമ്മേ, ഈ 50 രൂപ ഞാൻ അമ്മയുടെ കയ്യിൽ തന്നത് ഇത് കാനായിലെ വീട്ടിൽ കല്യാണത്തിന് വർദ്ധിപ്പിച്ചു കൊടുത്ത പോലെ, ഇല്ലാത്ത വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാൻ ഈശോട് പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് പൈസ തരണം, പാവങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. 50 രൂപ തിരിച്ചു മേടിച്ച് ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ചു. ഇപ്പോഴും എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും എനിക്കൊരിക്കലും പൈസയ്ക്ക് മുട്ട് വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ ചെന്ന് അവർക്ക് ബാത്റൂം ഇല്ലെങ്കിൽ ആ ബാത്റൂം പണിയാൻ എത്ര രൂപ വേണോ, എൻ്റെ മനസ്സിൽ എത്ര രൂപ വരുന്നോ അത് കൃത്യം അമ്മ തന്നിരിക്കും. ആ പാവപ്പെട്ട വീട്ടിൽ വേറെ ഒരിടത്ത് ചെന്ന് അവർക്ക് വാതിലില്ല കിടന്നുറങ്ങാൻ, പെൺമക്കൾ, പക്ഷെ ആ വാതിലിന് എത്ര രൂപ വേണോ അത്ര രൂപ അമ്മ എനിക്ക് തന്നിരിക്കും, ഉറപ്പാണ്. അതുപോലെ ഒത്തിരിയേറെ സംഭവങ്ങളുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് ഒരു ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്തിരുന്ന് അമ്മയുടെ അടുത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കാണുവാണ്, ഒരു രാവിലെ ഞാൻ മാതാവിൻ്റെ അടുത്തിരുന്ന് ജപമാല ചെല്ലുമ്പോൾ ഞാനിങ്ങനെ കാണുവാണ്, ഒരു സഹോദരൻ ആ സ്ഥാപനത്തിലേക്ക് ഗേറ്റ് ഇറങ്ങി നടന്ന് വരുന്നു.
അപ്പോൾ കാല് ചെറുതായി ആ സ്ഥാപനത്തിൻ്റെ സ്റ്റെപ്പേ വരുമ്പോൾ തളർന്ന് വീഴുവാണ് ഈ മനുഷ്യൻ. ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ ഈ മനുഷ്യനെ എന്താ ചെയ്യണ്ടേ, എടുത്തിട്ട് ആശുപത്രി പോകട്ടെ എന്ന് ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിലിങ്ങനെ പറയുവാണ്, അമ്മ ഏറ്റെടുക്ക്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ ഏറ്റെടുക്കേണ്ടത്? പക്ഷേ ഏറ്റെടുക്കുന്ന മാത്രം എന്നോട് പറയുന്നു. ഇപ്പം ഞാൻ ഈ മനുഷ്യനെ ഇങ്ങനെ കണ്ടതുകൊണ്ട് എൻ്റെ കയ്യിൽ ഫോൺ നമ്പറുണ്ട്. അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാളാണ്, ചെറുപ്പക്കാരൻ. ഞാൻ വേഗം വിളിച്ചു, 2 മക്കളുണ്ട് അവന്. ഞാൻ വേഗം വിളിച്ചു, എന്താണ് നിനക്ക് വിഷമം? മാതാവ് എന്നെ ഒന്ന് കാണിച്ചു തന്നല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത്, എന്താണെങ്കിലും വിഷമമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മൂത്ത മകൾക്ക് BC നഴ്സിങ്ങിന് എൻട്രൻസ് എഴുതി കിട്ടി, എല്ലായിടത്തും കിട്ടി. പക്ഷേ ഇന്ന് അവസാന ഡേറ്റാണ്, വൈകുന്നേരം അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അഡ്മിഷൻ എടുക്കണമെങ്കിൽ കുറച്ച് രൂപ കൊണ്ട് കെട്ടണം, എത്രയാണെന്ന് എന്നോട് പറഞ്ഞില്ല. അതെൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ എല്ലായിടത്തും പോയി, ഒരു രക്ഷയില്ലാത്ത കാരണം ഞാൻ വിഷമിച്ച് വന്നിരിക്കുവാണ്. അതുമാത്രമേ എനിക്ക് വിഷമമുള്ളൂ, വേറെ ഒന്നുമില്ലെന്ന് എന്നോട് പറയാം. ഒരു 3 മണിയായപ്പോൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഫസർ റിട്ടയർഡ് ആയതാണ്. എന്നെ അറിയുന്നതോ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതോ. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു 3 മണിയായപ്പോൾ വന്നിട്ട് ഞാൻ കൗൺസിലിംഗ് കൊടുക്കണം മുറിയിൽ വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ബാങ്കിൽ പോയിട്ട് വരുന്നേ, ഏറ്റവും നന്നായി പഠിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത, പൈസ ഇല്ലാതെ പഠിക്കാതെ ഇരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഈ പൈസ അതിന് വേണ്ടി ചിലവഴിക്കാൻ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടുകെട്ട് റബ്ബർ ബാൻഡിട്ട് കെട്ടിയ ഒരു കെട്ട് നോട്ട് എൻ്റെ മേശപ്പുറത്ത് എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ കൈ തരണ്ട, അമ്മയുടെ അടുത്തോട്ട് വെച്ചോ. അവരമ്മയുടെ അടുത്തോട്ട് മേശയുടെ അരികിൽ വെച്ച് ഉടനെ ഞാൻ ഈ പയ്യനെ വിളിക്കുകയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, മാതാവ് എന്നെ ഒരാളെ കാണിച്ചു തന്നു, അവൻ കുഴഞ്ഞു വീഴുന്നതാണ് കാണിച്ചു തന്നത്, അവൻ്റെ മകൻ ഇങ്ങനെ അഡ്മിഷൻ കിട്ടിയിട്ട് വിഷമിച്ചിരിക്കുകയാണ്, ഇന്ന് അവസാന ഡേറ്റാണ്. ഞാൻ പോയിട്ട് ഉടനെ ഫോൺ വിളിച്ചു, ഈ പയ്യൻ ഉടനെ വന്നു, വേഗം വന്ന് ഈ നോട്ടുകെട്ട് ഞാൻ എടുത്ത് കൊടുത്തപ്പോൾ അവിടെ നിന്നിട്ട് പൊട്ടിക്കരയുക. പൈസ മേടിച്ചിട്ട് കൈ കൂപ്പി നിന്നിട്ട് മാതാവിനെ നോക്കും, എന്നെ നോക്കും, പൊട്ടിക്കരയുക. അവിടെ പൈസ കൊണ്ടുപോയി അന്ന് തന്നെ അഡ്മിഷൻ മേടിച്ചു. ആ കൊച്ചിന് 4 വർഷത്തേക്ക് 4 ലക്ഷം അതിൽ കൂടുതൽ രൂപ വേണമായിരുന്നു. ഈ രൂപ മുഴുവൻ എങ്ങനെ എത്തി, ആര് തന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 4 വർഷത്തെ കോഴ്സ് തീർത്ത് പാസ്സായി ആ കുട്ടി ജോലിക്ക് കയറിയപ്പോൾ ആദ്യത്തെ ശമ്പളം കൊണ്ടുവന്ന അമ്മ ആദ്യം എവിടെ വെച്ച് കൊടുത്തോ അതുപോലെ തന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് ആദ്യത്തെ ശമ്പളം കൊണ്ട് തന്ന് ഞാനതെടുത്ത് വേറൊരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തു. ഇതുപോലെ അമ്മ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായിട്ടും എൻ്റെ അടുത്ത് വരുന്നതിലും ശുശ്രൂഷ രംഗത്തും അമ്മ ചെയ്ത അത്ഭുതങ്ങളുടെ നിര ഈ 18 വർഷം പറഞ്ഞാൽ തീരില്ല.